ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈശോയുടെ ധന്യനാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന്, എല്ലാവിധ നന്മകൾ നിറഞ്ഞതായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ നോമ്പുകാലത്തിൽ നമ്മൾ ജീവിത വഴികളെയെല്ലാം ഒന്ന് ക്രമീകരിച്ചുകൊണ്ട്, തിരിഞ്ഞു നോക്കിക്കൊണ്ട്, വിലയിരുത്തിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ കെണികളെക്കുറിച്ചും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ പാപത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടാൽ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. നമുക്ക് വചനത്തിലേക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. നോക്കിയേ, പാപത്തിൻ്റെ സ്വാധീനം. നീ പാപത്തിന് വശപ്പെട്ടാൽ നിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. നീ ആ പാപത്തിൻ്റെ അടിമയായിത്തീരുന്നു. നിനക്ക് പിന്നെ നിൻ്റേതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു അടിമ പോലെ ആയിത്തീരുക. ജീവിതത്തിന് നേരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലതരത്തിലുള്ള വിടുതലുകൾ നീ ആഗ്രഹിക്കുന്നില്ലേ? ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്ന പാപത്തിൻ്റെ കെട്ടിൽ നിന്നുള്ള സ്വാതന്ത്ര്യ വിടുതലാണ്. അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്നു കരങ്ങൾ ചേർത്ത് പിടിക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയോളം നിൻ്റെ നിറസാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഈ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുവാനായിട്ട്, നിന്നോട് ചേർന്ന് ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളും ഐശ്വര്യവും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നീ ചൊരിയണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ആരാധന